നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു സ്ത്രീ വിരോധിയാണ്. പക്ഷേ ഈ ഹൗസിനകത്ത് അത്രമേൽ ക്രഷ് തോന്നിയേക്കുന്ന രണ്ടാളുകളുണ്ട്. ഒന്ന് ജിസേലും, രണ്ട് അനു മോളാണ്. അച്ചച്ചോ, ക്രഷോ എൻ്റെ അടുത്തോ പൂക്കി. എന്തുവാടി ഇത്ര അടക്കം? ആതിരയാ പറയുന്നത്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. ഒരു ലവ് ട്രാക്കിനുള്ള മണവല്ലൂടെ അടിച്ചേ. ഇത് വെച്ച് ഞാൻ കുറെ ഉണ്ടാക്കും. ഒന്ന് പൊടിയെ എവിടുന്ന്. ഇത്ര നാൾ കൂടെ നിന്ന് എന്തിനാണെന്നും എല്ലാം മനസ്സിലായി. A few moments later. അനുമോൾ, എന്തു പറ്റി ഇത്രയും വിഷാദമായി ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് നടന്ന് ഇങ്ങനെ ഇരിക്കാൻ കാരണമായത്? അനീഷേട്ടൻ കണ്ടില്ലേ, ആ ആദില കിച്ചണി വെച്ച് ഷാബുമാന്റെ പയറിന് വേണ്ടി എന്നോട് വഴക്കുണ്ടാക്കി. ഞാൻ ഭയങ്കര ഡെസ്പാണ്. ആ കിച്ചണിൽ കിടന്ന അത്രയും വലിയ തോന്നിവാസം. എന്തോന്ന് അല്ല, അനുമോൾ അവിടെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അനുമോൾക്ക് തന്നെ വിളമ്പാനും അറിയാമെന്ന് അവർ ആലോചിക്കണ്ടേ? അവർ അനുമോളോട് ചെയ്തത് തെറ്റാണ്. പൂർവജന്മ സാഫല്യങ്ങൾക്ക് കിട്ടുന്ന നന്മയുടെ വിളനിലമാണ് അനുമോൾ. അനീഷേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. അനീഷേട്ടൻ ഒരു കാര്യം അറിയോ? ആ സാബുമ പെണ്ണുങ്ങളുടെ അടുത്ത് വന്ന അപ്പൊ അനുമോൾ അല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് അപ്പോ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്. ഒരു മനസാക്ഷി വേണ്ടായോ അവന്? തീർച്ചയായും അനീഷേട്ടാ, നിങ്ങളൊരു മാന്യനാണ്. ഇനി മുതൽ എന്നും എൻ്റെ ഒപ്പം നിൽക്കുമോ? തീർച്ചയായും. പക്ഷെ ഒരു കണ്ടീഷൻ, 1 വീതം 3 നേരം എന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അത് നല്ലതാണെന്ന് പറയണം. ആ കാര്യം ഞാൻ ഏറ്റു അനുമോൾ. പോക്കി. അനീഷേട്ടാ, അനീഷേട്ടന്റെ നടത്തം കാണാൻ എന്താ രസം. ഇങ്ങോട്ട് വന്നേ. എനിക്ക് ബ്ലഷ് ആവുന്നു. അനീഷേട്ടാ, ഞാനൊരു സൂത്രം കാണിക്കട്ടെ. എന്ത് സൂത്ര? ഇവക്കെന്തടാ വയ്യേ? ആ, പുറത്ത് കാണിക്കണ്ട. വേറൊരു സൂത്രം കാണിക്കട്ടെ. പോക്കി. ഓ പെണ്ണെ എവിടുന്ന്? ഓ, ഞാൻ ക്യൂട്ട്നെസ് മരിക്കും. അനീഷേട്ടാ, അനീഷേട്ടന്റെ നാട്ടിൽ ഭർത്താക്കന്മാരെ എന്താ വിളിക്കുന്നത്? ഞങ്ങളുടെ നാട്ടില് പ്രഭാകര കൈമൾ എന്ന് വിളിക്കും. പോ അവിടുന്ന്. അനീഷേട്ടന്റെ ഒരു ഹ്യൂമർ സെൻസ്. പോ അവിടുന്ന്. അനുമോളെ, ഈ അനീഷേട്ടനെ പറ്റി എന്താ അഭിപ്രായം? അനീഷേട്ടനെ പറ്റി നല്ല അഭിപ്രായ. പണ്ടത്തെ അനീഷേട്ടനെക്കാട്ടും ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പൊ ഷൂട്ടുപണിയായി. കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കെന്നാ കല്യാണം കഴിച്ചാലോ? വലിച്ച് ഇതിന് തലയിലാവോ? സഹോദരനെ പോലെയാന്ന് പറഞ്ഞാലോ? വേണ്ട, പുതിയ നമ്പർ ഇറക്കാം. ആക്ച്വലി എനിക്ക് മറ്റൊരാളുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചൊരു കല്യാണം ഇങ്ങനെ കഴിക്കണമെന്നൊരാഗ്രഹം. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ അടുത്ത് വരുമായിരുന്നു ട്യൂഷന്. ആ എന്നോടോ ബാല, ഇനി എൻ്റെ ഡ്രാമ കാണിച്ചു തരാടി. പുലി പറഞ്ഞു കഴിഞ്ഞതിന് മുന്നേ എണിച്ചു പോയ ഇയാളിങ്ങനെ എണിച്ചു പോയി കഴിഞ്ഞാൽ ഞാനിന്നെങ്ങനെ കണ്ടന്റ് കൊടുക്കും? ഐഡിയ, നീ എന്തെങ്കിലും കാണിക്ക്. ഞാനിന്നിവിടെ ഡിപ്രഷൻ അഭിനയിച്ച് മരിക്കും. എല്ലാവരെയും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇതാ കറക്റ്റ് ടൈം. സവാള ഗിരി 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 ഗിരി, സവാള ഗിരി 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 ഗിരി. എന്ത് പറ്റി അനീഷേട്ടാ ഇങ്ങനെ കൊഞ്ഞാണ് കുത്തി സവാള അരിയുന്നേ? ഈ ആദിലയോട് പറ. ഞാനിവിടെ ഡിപ്രഷനിലിരിക്കുക, നമുക്ക് മനസ്സിലാവണില്ലേ? സവാള ഗിരി 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 ഗിരി. ഇത് തന്നെ ഒരുപാട് ക്യാമറ ഉള്ള സ്ഥലം. ഇവിടെ ഇരുന്ന എല്ലാ ക്യാമറയിലും പിടിക്കും. ആദിലനെ വിളിച്ചാലോ? ഉടക്കായിട്ട് ഇനി വരാതിരിക്കൂ? ആദില മോളെ, ഒന്നിങ്ങി വന്നേ. ഓ, നമ്മളോടുള്ള പടക്കമൊക്കെ മാറിയോ? എന്തോ പറ. എടി, നമ്മുടെ അനീഷേട്ടൻ എന്നെ പ്രൊപ്പോസ് ചെയ്തെടി. ഈ കുറച്ചു നേരം മുന്നേ. വേറെ ആരും അറിയരുതേ, അതുകൊണ്ടാട്ടോ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇവിടെ ക്യാമറ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ മനസ്സിലോട്ട് ഓരോന്ന് ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കലെന്ന്. അയാളുടെ മനസ്സ് വേദനിക്കുന്നില്ല. അയാളുടെ കാര്യം വിട്. എന്റെ കുടുംബ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? അയാളുടെ മനസ്സ്. അയാളോട് പോകാൻ പറ. എന്റെ കുടുംബ പ്രേക്ഷകരാണ് എന്റെ എല്ലാം. നൂറ മോളെ, ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഷാനുക്ക, ഒന്നിങ്ങോട്ട് വരുവോ? ഷാനുക്ക, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ്? അത് പിന്നെ അക്ബറിന്റെ കാര്യമല്ല ഷാനുക്ക ചോദിച്ചത്. എന്റെ ഭാഗത്തെ തെറ്റ് എന്റെ കുടുംബ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? മുന്നേ അനീഷ്, മുന്നേ ആൻഡ് അനുമോളെ, എന്താണ് ഈ കേൾക്കുന്നത്? നിങ്ങൾ തമ്മിൽ ലബ്ബാണോ? അനീഷ് പറയൂ. അനീഷ്, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. അത്രമേൽ എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞില്ല അല്ലേട്ടാ. അങ്ങനെ കയറ്റി വിട്ടത് സ്ത്രീ വിരോധിയായിട്ട്. എന്നിട്ട് സ്ത്രീകളുടെ അടുത്ത് മാത്രം ഒരു വിരോധവും ഇല്ല. അനുമോൾ എന്താണ്, അനുമോൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്? തൂങ്ങിച്ചാവണമെന്നോ? അതല്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഇല്ല.
ലാലേട്ടാ ഇത് വെച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്ക്, അവർ തമ്മിൽ സെറ്റാക്കി വിട്. കണ്ടന്റ് എടാ പന്നികളെ, നീയൊക്കെ പൈസ തരുമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കല്ലേ. നാട്ടുകാരുമ്പോൾ തന്നെ തെറി വിളിച്ച് കൂട്ടും. ചുമ്മാരിയുടെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാണോ നീയൊക്കെ. മോളെ അനുമോളെ, അത് ഒരാളുടെ വ്യക്തി താല്പര്യമാണ്. അതൊക്കെ അത് നമ്മളൊരു തമാശ, ഒരു ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ. മോൾ അവിടെ ഇരുന്നു, മോളെ ടെൻഷൻ ഒന്നും ആവണ്ട. നിങ്ങൾക്ക് 2 പേർക്ക് അല്ല എല്ലാവർക്കും കൂടെ ആയിട്ട് ഞാൻ അവിടെ 2 കേക്ക് അങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിച്ച് ആസ്വദിക്കുക. നല്ല പ്ലച്ചനിരിക്കണ കേക്ക് ഇപ്പം എല്ലാവരും കൂടെ വന്ന് ഒട്ടിയിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാം. ഏട്ടായിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതാണേ, ഏട്ടായി മാറി നിൽക്കുവാണേ. ഓ എൻ്റെ ആറ്റിറ്റ്യൂഡ് സൂപ്പർ. ഹായ് കേക്ക്. ഇയാളെന്തോന്നിത് കേക്ക് തിന്നണില്ലേ? പുല്ല് ആറ്റിറ്റ്യൂഡ് പിടിച്ച് ഒടുക്കത്തെ കണ്ടന്റ് ആണല്ലോ. എന്നാൽ എനിക്കും കണ്ടന്റ് വേണ്ട, ഞാനും കേക്ക് തിന്നുന്നില്ല. ഷു വായി വെള്ളം ഊറുന്ന നല്ല കിടിയിലും കേക്ക്. ഒറ്റക്കിനടാ പട്ടികളെ ആരെങ്കിലും എനിക്കൂടെ കൊണ്ടുത്താടാ. അതില എന്തോന്നിത്? എൻ്റെ മനസ്സിലെ സങ്കല്പം ഇങ്ങനൊന്നും അല്ല. എന്തിനീ പറയുന്നേ? പിന്നെ നിന്റെ മനസ്സിലെ സങ്കല്പം എങ്ങനെയാ? എൻ്റെ സങ്കല്പം സാത്താൻ പറഞ്ഞുതരും. എടാ ചെക്കനെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അനുമോൾ അനീഷ് കോംബോ ഇതാണ് വലിയ രീതിയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ആണെങ്കിൽ പോലും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ ആണെങ്കിൽ പോലും അത്യാവശ്യം കുളിർമ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അനുമോൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അനുമോളുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കാം. അതിനു മുന്നേ ലക്ഷ്മി നക്ഷത്രയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. അയ്യോ, ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് മാറുമോ? അനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും. അനു എന്തായാലും മാറില്ല. അനുവിന് നമുക്ക് അറിയുന്നതല്ലേ. അതാണ്, അനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും. അനു എന്തായാലും മാറൂല. അതായത് അനുമോൾക്ക് താല്പര്യമില്ല. അപ്പം ഇവർക്കെല്ലാം അടുത്തറിയുന്ന ആൾക്കാരാണ്. സോ അവർക്കറിയാം എന്താണ് അനുമോളുടെ താല്പര്യം, ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇത് ഹൗസിനകത്തോട്ട് പോയി നടന്നേക്കുന്ന ഗെയിമും കുറേ കാര്യങ്ങൾ ഗെയിമിന് വേണ്ടിയിട്ട് പോയേക്കുന്നതല്ലേ. ഇവിടെ പുറത്ത് കിടന്നിട്ട് ഈ കുറെ അന്തം ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, കുറെ അന്തങ്ങളും അതേപോലെ PR-കളും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സിലും വീഡിയോസിനകത്തും കിടന്ന് എന്തോ ഒരു അടിയും വഴക്കമാണ്. ഷോ കഴിയാൻ കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. ഇനി ഈ അവസാന സമയത്ത് ഈ അടിയും വഴക്കുണ്ടാക്കിയിട്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കിടന്ന് കളിക്കുന്നുണ്ട് പുറത്ത്. നമുക്ക് സംസാരിക്കാം. എന്താ പറയാ, അനുവിന്റെ കോൺസെപ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധിയായിട്ടുള്ള ഒരാള് പിന്നെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കുകയല്ലേ. വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ കണ്ട മുഖങ്ങൾ കുറച്ചു പേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാതൊരു ഇഷ്ടം വന്നേക്കാം. മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടവും ഒരു കെമിസ്ട്രി അവർ തമ്മിൽ മാച്ചായിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് അനീഷിനൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ട്രാറ്റജി ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എല്ലാരും കമന്റ് ചെയ്തത് തന്നെയാണ് ഇവരെ ഗെയിം തന്ത്രമായിരിക്കാം. പറ്റിയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. 100 ദിവസം ക്ലോസപ്പ് കിട്ടാണല്ലോ, 2 മാത്രം ക്ലോസപ്പിൽ വന്നല്ലോ. ഒരു പ്രൊമോയിലും മൊത്തം അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഗെയിമിന്റെ തന്ത്രമായിരിക്കും എന്നാണ് എല്ലാരും കമന്റ് ചെയ്യുന്നത്. വഴിയെ നമുക്ക് നമ്മളിത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ, ഇവരൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിൽ ജയിൽ നോമിനേറ്റ് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരാൾ വന്ന് കമന്റ് ഇട്ടേക്കുമാണ്, തീഹാർ ജയിലിലോട്ടൊന്നും അല്ലല്ലോടാ പറഞ്ഞു വിട്ടത്. പൊന്നു ഗൈസ്, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുണ്ടാവാറില്ലേ. എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനെ ഈ തീഹാർ ജയിലിനെ പോലെ കണ്ടില്ലെങ്കിൽ പോലും അതിനകത്ത് ജയിലിലോട്ട് വിടുന്നു. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ അടുത്തൊരു വിരോധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഈ എവിക്ഷനിലോട്ടുള്ള നോമിനേഷന് വിടുന്നതിൻ്റെ പേരിൽ ഇത് അവർ പുറത്തോട്ട് ഇതൊക്കെ അറിയുമ്പോൾ ഇന്ന ആളാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുണ്ടാവാറില്ലേ. അത്രമാത്രം ചിന്തിച്ചാൽ പോരെ. ഇനി എന്താണെങ്കിലും അനുമോളുടെ മനസ്സിലെ സങ്കല്പങ്ങളെ പറ്റിയിട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അപ്പൊ ടാറ്റ പറയാം. എനിക്കിത് കാരണം എനിക്ക് കല്യാണം ആലോചന വരുന്നില്ല ചേച്ചി. അതുകൊണ്ടായിരിക്കും ഇതിന്റെ യഥാർത്ഥ സ്വഭാവം. ഇല്ല, ഞാൻ ഇപ്പോഴും കല്യാണം കഴിക്കുന്നില്ല. പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടം എന്നെക്കാളും ചേച്ചി നിന്ന് ചേച്ചി ഹൈറ്റ് അത്ര എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. സോറി, ചേച്ചി എനിക്ക് ചേച്ചി അത്ര ഹൈറ്റ്. പിന്നെ ഞാൻ ആൺകുട്ടിയായിരുന്നു, ഞാൻ നില്ല കല്യാണം. ഇത് നമ്മളിവിടെ ലാലാല പാട്ട് നമുക്ക് സർജറി നമ്മൾ ഏകദേശം ഓക്കെയാണ്. സ്വഭാവം കൊണ്ട് വലിയ കൊച്ചിപ്പോഴൊന്നും കല്യാണം കഴിക്കാനുള്ള. അപ്പൊ എന്തായാലും ഇനി വരുന്ന കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമുള്ള കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള പയ്യന്മാരോട് ഒരു വാക്കേ പറയണം. നേരനിക്ക് എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം. നെഞ്ചത്ത് കിടക്കുമ്പോൾ മറ്റേ ഹാർട്ട് കേൾക്കണം. അങ്ങനെ അതായത് ഏകദേശം എത്ര അടി ഹൈറ്റ് ഉണ്ട് കുട്ടിക്ക്? എത്ര അടി ഹൈറ്റ് ഉണ്ട്? 5.1. 5.1 ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു പയ്യന്റെ വിവാഹ ആലോചനകൾ ക്ഷണിക്കുന്നു. എന്റെ അമിതാഭ് ബച്ചനെയാണോ ഉദ്ദേശിക്കുന്നത്? വേണ്ടിട്ട് ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ കൊച്ചു കല്യാണം കഴിക്കണില്ല, കുറെ നാൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ ടാറ്റ പറയാം, പോവാം.
അതാണ് അപ്പം ഹൈറ്റൊക്കെ ഉള്ള ഒരാളെയാണ് വേണ്ടുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അത് ഹൈറ്റൊക്കെ അനീഷിന് കുറവായതുകൊണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കും. കാര്യം ഇതൊക്കെയാണല്ലോ പല ആൾക്കാരും ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ചർച്ചയായിട്ട് നടക്കുന്നത്. എന്തുകൊണ്ട് അനുമോൾ സ്വീകരിച്ചില്ല ഇഷ്ടം? കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അനുമോൾ സ്വീകരിച്ചില്ല. അപ്പൊ ലാലേട്ടനൊക്കെ അത് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ നമ്മളിത് പറയുന്നതിൽ വലിയ കുഴപ്പമില്ലല്ലോ. ഇതും പറഞ്ഞിട്ട് പറയാം നീ ആരടാ ഇതൊക്കെ ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് താഴെ കമന്റ് ബോക്സ് പറഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടും ഭയങ്കര അടിയും വഴക്കമാണ്. അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഒറിജിനലാണോ ആർക്കും അവർക്ക് പോലും ക്ലാരിറ്റി ഇല്ല. പക്ഷെ പുറത്തിടുന്ന ഭയങ്കര അടിയും വഴക്കാണ്. ഇനി കഴിഞ്ഞ ദിവസം ഹൗസിനകത്ത് നടന്നേക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. രണ്ടെണ്ണം കൂടെ എന്നാ അഭിനയമായിരുന്നു. ഓ, കേക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ചാടി വീഴുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് ഭയങ്കര കമ്പോള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അനുമോള്, പിന്നെ അതേപോലെ അനീഷിനാണെങ്കിൽ അവിടെ വേറെ ഫുഡൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സ്വർഗമാണ്. അപ്പൊ അതുപോലും വേണ്ടാന്ന് തിരസ്കരിച്ചുകൊണ്ട് തിരിഞ്ഞൊക്കെ നിൽക്കുന്ന 2 ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? എനിക്ക് കാട് കയറണ്ട കേട്ടാ. ഭയങ്കര ടെൻഷൻ. മനുഷ്യരെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആലോചനകളും വരില്ല ഇങ്ങനെയാണെങ്കിൽ. അല്ല, ആലോചനകൾ വരില്ലേ എന്നുള്ള കാര്യം ആലോചിച്ച് അനുമോൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യമില്ല, ഇതൊരു ഷോ ആണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അതിന്റെ ഒരു ഫൺ എലിമെന്റ് മാത്രമേ എടുത്തേ ഉള്ളൂ. അത് ബാക്കി അതിന്റെ വരും വരാഴികളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആണ്. എന്റെ ലാലേട്ടാ, കഴിഞ്ഞ ദിവസം ഇവർക്ക് ഇന്നിയറിൽ ഓരോ സാധനം പറഞ്ഞു കൊടുക്കല്ലേ ഷോയുടെ ഡയറക്ടർ. അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ ആദ്യം കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രണയം എന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുമോ അനുമോൾ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ എവിടോട്ടാണ് പോയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പം നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ള സാധനം വന്നിട്ട് ലാസ്റ്റ് ലാലേട്ടൻ തന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നിഷേധിക്കാൻ പറ്റും, ഇത് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ, ചിലപ്പോൾ ലാലേട്ടൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതാണെന്നല്ല അവസാനം കൊണ്ട് എത്തിച്ചിട്ട് പറയുന്നുണ്ട് അതൊരാളുടെ വ്യക്തി താല്പര്യമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അനീഷ് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അനുമോൾ ടെൻഷനൊന്നും വേണ്ട, സങ്കടപ്പെടുമൊന്നും വേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് ഡയാന ഹമീദ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ രണ്ട് വ്യക്തികൾ ജീവിക്കേണ്ട കാര്യമാണ്. എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. അനുമോൾക്ക് അത് അതിനൊക്കെയുള്ള ഒരു എന്താ പറയാ ബിൽ പവറും മെച്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടോണ്ടിരിക്കുന്ന രസമാണ്. അനീഷ് ബ്രോഡ് മുഹമ്മദ് ബ്ലഷ് ചെയ്യുന്ന അതാണ് പോയിന്റ്. കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ആ ഒരു കോംബോ, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടാവുന്നില്ല. ആ രസം മാത്രം വിചാരിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടനെ കൊണ്ട് അവിടുത്തെ ഇന്നറിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ലാലേട്ടനാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു സാധനം സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചില്ല. ഇപ്പോൾ അക്ബർ ആണെങ്കിലും നമ്മുടെ ഷാനവാസിന്റെ ഭാഷ പറയുമ്പോൾ അക്ബർ ആണെങ്കിലും ഇത്തരത്തിൽ എടാ കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനമില്ലേ, ആൾക്കാർക്ക് ഇത്രയും നാളും എന്തായിരുന്നു കുറേ വൃത്തികെട്ട കുറേ കണ്ടൻസ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻസ് ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനകത്തു നിന്ന് ഒരു ഇച്ചിരി മാറ്റം അവസാന സമയത്തെങ്കിലും ഈ ഒരു സീസണിൽ പറയപ്പെടാനെ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ, ചിലപ്പോൾ അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ലക്ഷ്മി നക്ഷത്രം പറഞ്ഞേക്കുന്ന അവസാനത്തെ ഒരു കാര്യങ്ങളുണ്ട്, അതുകൂടെ ഇങ്ങോട്ട് നോക്കാം. വോട്ടുകളൊക്കെ ഇനി അങ്ങോട്ട് മാറി പറയാൻ വല്ല ചാൻസ് ഉണ്ടോ? നിങ്ങൾക്ക് തന്നെ ഇത്രയും ഡൗട്ടില്ലേ? എനിക്കും ഇത്രയും ഡൗട്ട് ഉണ്ട്. എന്താ പറയാ, അവരെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് വേണം പറയാനായിട്ട്. സോ ഓഡിയൻസിന്റെ ഇടയിൽ വ്യൂവേഴ്സിന്റെ ഇടയിൽ എന്ത് വെള്ളം വെച്ചാലും അത് വാങ്ങി വെച്ചോളാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് പറയും. ആ സ്ട്രാറ്റജി ഒന്നും നടക്കില്ല. മീൻസ് ഏറ്റവും അധികം ജഡ്ജ്മെന്റ്സ് ശരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അവർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും വെദർ ഇത് ലൈക്ക് ക്രിയേറ്റഡ് ആണോ ഡ്രാമയാണോ എന്താന്നുള്ളത്. ഈ പ്രേക്ഷകരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിനകത്ത് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ കുടുംബ പ്രേക്ഷകരായിട്ടുള്ള കൂടുതൽ ആളുകൾക്കും ഈ വൈകുന്നേരങ്ങളിൽ ഇത്തരം ഷോസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷോ ആയിട്ടുള്ള ഈ ഒരു ബിഗ് ബോസ്, ഇപ്പം ബിഗ് ബോസിനെ തന്നെ അവർ പറയുന്നത് ബിഗ് ബോസ് ഓഫ് ദ ഓൾ ഷോസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷോയിൽ ഈ വന്നേക്കുന്ന കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടാനും മാത്രം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി ഉള്ള എത്ര കണ്ടസ്റ്റൻസ് ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയായിരുന്നു പല പ്രേക്ഷകരെയും. അതിൻ്റെ പുറത്ത് ഈ PR പുറത്ത് കാണിച്ചു വിട്ടുന്ന പല കാര്യങ്ങൾ. ഇവിടെ ലക്ഷ്മി നക്ഷത്രം പറയുന്നൊരു കാര്യമാണ്, PR കൊണ്ട് അതല്ല പ്രേക്ഷകർ അതിനെക്കാട്ടി അടിപൊളിയാണ് കിടിലമാണെന്നൊക്കെ പറഞ്ഞു. ഓഫ് കോഴ്സ് പ്രേക്ഷകർ കിടിലം തന്നെയാണ്. ആ കിടിലങ്ങളായിട്ടുള്ള പ്രേക്ഷകരുടെ ശബ്ദം പോലും ഇല്ലാണ്ടാക്കുന്ന, അവരെ നിശബ്ദരാക്കുന്ന രീതിയിൽ കമന്റ് ബോക്സുകളിൽ ഇപ്പം നമ്മുടെ വീഡിയോസിനകത്താണെങ്കിൽ എത്രയോ പേര് കമന്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു കണ്ടസ്റ്റന്റിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ ഇന്നത് തെറ്റാണെന്ന് തന്നെ പറയുമ്പോൾ ഇവരുടെ PR വന്നിട്ട് തെറി വിളി നേരെ അമ്മയ്ക്കൊക്കെയാണ് വിളിക്കുന്നത്. ആ രീതിയിലോട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ടോക്സിക് രീതിയിലോട്ടാണ് ഇവരുടെ PR നല്ല രീതിയിൽ പണിയെടുക്കുന്നത്. ഇന്ന ആളുടെ നല്ല അവിടെ ഉള്ള ഇപ്പം
ടോപ്പിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിൻ്റെയും PR ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഹൗസിനകത്തെ കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തെ PR ആൻഡ് അതിനകത്ത് അവർ കാണിച്ചേക്കുന്ന ഈ ഒരു സാധനം, ഈ ലവ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ജസ്റ്റ് ഒരു രസമുള്ള സാധനമായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇത് ആസ്വദിച്ച് പോകാമെന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നയാൾ ശരി ഇന്നയാൾ തെറ്റെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിലാണ്, അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും ഒരു അമ്മ പറ്റ മക്കളാണ്, 2 ഉടായിപ്പുകളാണ്. അങ്ങോട്ടടി, നീ ഇങ്ങോട്ടടി, അവന്റെ തല ഇടിച്ച് പൊട്ടിക്ക്. ഇതെന്തിനെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ അടി കൂടുന്നേ? ഒന്നും അറിയാത്തൊരു പൊട്ടനെ പോലെ അഭിനയിക്കല്ലേ അനീഷിന്റെ PR. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിനക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുട്ബോൾ കോർട്ടിലെ 2 പോസ്റ്റുകൾ മാത്രമാണ് അനീഷും അനുമോളും. അതിലെ ഗോളികളോ നമ്മളും. എന്നിട്ട് കളിക്കാത്ത എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് എന്തിനു വേണ്ടി തട്ടിക്കൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണ് പ്രേക്ഷകർ. അല്ല, ഇന്നീ നടക്കുന്ന മൊത്തം പിന്നീട് ഒരിക്കൽ അവർക്ക് മനസ്സിലായാലോ? വോട്ടും അറിയത്തില്ലേ? എങ്ങനെ അറിയാനാ? എടാ, നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കളിക്കാരെയൊക്കെ നമ്മൾ ആദ്യം തന്നെ റെക്കോർഡ് കൊടുത്ത് പുറത്തിരുത്തിയില്ലേ? ഇനി അതല്ല, ഈ കളിയൊക്കെ മനസ്സിലായി പ്രേക്ഷകർ വരുമ്പോഴേക്കും അടുത്ത സീസണും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ ആ ഹൗസിനകത്തുള്ളവരെക്കാട്ടി നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുള്ള നമ്മൾ PR